ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് ജീരകശാല അരിയും കൂടെ എടുക്കുക. അപ്പോൾ ഒരു കപ്പിലേക്ക് അരക്കപ്പ് എന്ന അളവിൽ എടുത്താൽ മതി. കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അരിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ്, ഒരു ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണ പാകത്തിൽ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ 3 കപ്പ് വെള്ളം വെച്ചാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇനി വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 500 മില്ലി ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കുക. അപ്പോൾ ഇത് ഞാൻ ഏലക്കായയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതാണ്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി തിളക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകേണ്ട ഇത്തിരി കടിക്കുന്ന പരുവത്തിലാണ് ഈ ഒരു കിച്ചടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഈ ഒരു കിച്ചടിയിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒരുപാട് ലൂസായിട്ട് പായസത്തിൻ്റെ ലൂസിലല്ല, നമ്മളിങ്ങനെ കോരി കഴിക്കാവുന്ന ഒരു പാകത്തിനാണ് ഈ ഒരു കിച്ചടി ഉണ്ടാക്കേണ്ടത്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള റെസിപ്പിയുമായി അടുത്ത ദിവസം വരാം. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. താങ്ക് യു.